നമ്മൾ പഠിക്കുന്നത് പറഞ്ഞാൽ 10ാം ക്ലാസ് മാത്തമാറ്റിക്സിലെ ഫസ്റ്റ് ചാപ്റ്റർ ആയിട്ടുള്ള അരിത്തമെറ്റിക് പ്രോഗ്രഷൻ എന്ന് പറയുന്ന ചാപ്റ്ററാണ്. അരിത്തമെറ്റിക് പ്രോഗ്രഷൻ അഥവാ അരിത്തമെറ്റിക് സീക്വൻസ്. ഓക്കെ, ഇതിനകത്ത് നമ്മൾ ആദ്യം പഠിക്കുന്നത് എന്തെന്ന് വെച്ചാൽ നമ്മൾ ആദ്യം ഇതിലെ കോമൺ ഡിഫറൻസ് അഥവാ CD എന്ന് പറയുന്ന ഒരു സാധനം പഠിക്കാണ്ട്. കോമൺ ഡിഫറൻസിനെ നമുക്ക് CD എന്നോ അല്ലെങ്കിൽ D എന്നോ പറഞ്ഞ് ഉപയോഗിക്കാം. ഓക്കെ, ആദ്യം ഞാൻ ഇവിടെ കുറച്ച് നമ്പേഴ്സ് ഉണ്ട്. 2, 4, 6, 8, 4, 8, 12, 5, 10. ഇതിൻ്റെ പ്രത്യേകത എന്തുവാ? ഇതിനകത്ത് 2 വെച്ച് എന്തുവാ കൂടി പോകുന്നു അല്ലേ? ഇതിനകത്തോ 4 വെച്ച് കൂടി പോകുന്നു. ഇതിനകത്തോ 5 വെച്ച് കൂടി പോകുന്നു. ഇതിനകത്തോ 10 വെച്ച്. അപ്പം ഞാൻ ഈ പറഞ്ഞ എത്ര വെച്ച് കൂടി പോകുന്നു അതാണ് ഇതിൻ്റെ കോമൺ ഡിഫറൻസ് അഥവാ D എന്ന് പറയുന്നത്. അതിന് നമ്മൾ ചെയ്യേണ്ടത് ഇതാ ഈ രണ്ടാമത് കിടക്കുന്നതിന് എന്ത് ചെയ്യുക? ഫസ്റ്റ് നമ്പർ വെച്ച് എന്ത് ചെയ്യുക? കുറച്ചെഴുതുമ്പോൾ നമുക്ക് കിട്ടുന്ന നമ്പർ എത്ര? 2. ശരിയാണല്ലോ, 2 വെച്ചാണല്ലോ കൂടി പോകുന്നത്. അത് ഏത് ടൈം എടുത്താലും ആ നമ്പർ തന്നെ ആയിരിക്കും കിട്ടുന്നത്. ഇപ്പോൾ 6 ന് 4 പോയ എത്ര? 2. അതുപോലെ തന്നെ എത്ര? 8 ന് 6 പോയതാ? 2. അപ്പോൾ ഇതിനകത്ത് ഏതെടുത്താലും നമുക്ക് കോമൺ ഡിഫറൻസ് എന്ന് പറയുന്നത് സെയിം ആയിരിക്കും. ഓക്കെ ആണല്ലോ. അങ്ങനെയെങ്കിൽ ഈ ക്വസ്റ്റിനകത്താണെങ്കിലോ 4, 8, 12 കോമൺ ഡിഫറൻസ് എന്താണ് പറ? 8 മൈനസ് എത്ര? 4. 8 മൈനസ് 4 എന്ന് പറയുന്നത് എത്രയാണ്? 8 മൈനസ് 4 എന്ന് പറയുന്നത് എത്രയാണ്? 4 ആണ്. അപ്പോൾ ഇതിനകത്ത് ഏത് ടൈം എടുത്ത് ഇങ്ങനെ കുറച്ചാൽ ഒരു കാരണവശാലും ഇതും ഇങ്ങേ അറ്റത്തും എടുത്ത് കുറയ്ക്കരുത്, തൊട്ടടുത്ത് കിടക്കുന്ന വേണം എടുത്ത് കുറയ്ക്കാൻ. ഓക്കെ ആണല്ലോ. അതുപോലെ തന്നെ ഇതിനകത്ത് കോമൺ ഡിഫറൻസ് എത്ര? 10 മൈനസ് എത്ര? 5. 10 മൈനസ് 5 എന്ന് പറഞ്ഞാൽ എത്രയാണ്? 5. അതുപോലെ ഏത് വേണമെങ്കിലും ഇങ്ങനെ കുറയ്ക്കാം, തൊട്ടടുത്ത ടേമുകൾ ഇങ്ങനെ കുറയ്ക്കാം. ഓക്കെ, അതിനുശേഷം നമ്മൾ ഇതിൻ്റെ കോമൺ ഡിഫറൻസ് കാണാം. കോമൺ ഡിഫറൻസ് D എത്ര പറ? 20 മൈനസ് എത്ര? 10. ആൻസർ എത്ര കിട്ടും? 10 എന്ന് പറഞ്ഞു കിട്ടും. അപ്പോൾ ഇങ്ങനെയാണ് നമ്മൾ ഇതിൻ്റെ ഒരു അരിത്തമെറ്റിക് പ്രോഗ്രഷൻ്റെ കോമൺ ഡിഫറൻസ് കാണുന്നത്. ഓക്കെ ആണല്ലോ. ഇതിനകത്ത് മെയിനായിട്ട് ശ്രദ്ധിക്കേണ്ട കാര്യം ഫസ്റ്റ് ടേമാണ്. ഇതാ എന്തോ ആദ്യത്തെ ടേമാണ്. അതിന് T1 എന്ന് കൊടുക്കും, രണ്ടാമത്തെ എന്തോ T2 എന്ന് പറഞ്ഞു കൊടുക്കും, മൂന്നാമത്തെ എന്തോ T3 എന്ന് പറഞ്ഞ് ഇങ്ങനെ കൊടുക്കും. ഓക്കെ ആണല്ലോ. അപ്പോൾ ഉദാഹരണത്തിന് ഒരു ടേം എടുക്കുക. ഇപ്പോൾ 5, 10, 15 എന്ന് പറഞ്ഞ് നമ്മളിങ്ങനെ എഴുതുമ്പോൾ ഇതിനകത്ത് ഫസ്റ്റ് കിടക്കുന്നതിന് ഫസ്റ്റ് ലെറ്റർ എന്ന് പറഞ്ഞ് ഫസ്റ്റ് എന്നുള്ളൊരു മീനിങ്ങിൽ നമുക്ക് ഇതിനെ പറയാം F എന്ന് പറയാം. ഓക്കെ, ഫസ്റ്റ് ടേമിന് ഫസ്റ്റ് നമ്മൾ പറയുന്ന ടേം അഥവാ പദങ്ങൾ എന്നാണ് പറയുന്നത്. അതിനുപയോഗിക്കുന്ന ലെറ്ററാണ് F. അതുപോലെ തന്നെ ഇതിന് ഉപയോഗിക്കുന്ന വേറൊരു ലെറ്ററും ഉണ്ട്, എന്തുവാ? A. അപ്പോൾ ഇതിനകത്ത് ഈ സീക്വൻസിൽ ആദ്യത്തെ ടേം എന്ന് പറഞ്ഞാൽ എന്താ ഉദ്ദേശിക്കുന്നത്? A എന്ന് പറഞ്ഞാൽ എന്താണ്? 5. അതുപോലെ തന്നെ F എന്ന് പറഞ്ഞാൽ എന്താണ്? 5 ആണ്. അതുപോലെ T1 എന്ന് പറഞ്ഞാൽ എന്താ? ഫസ്റ്റ് ടേമാണ്. ഇതോ T2, അടുത്തയോ T3, ഇങ്ങനെ അങ്ങ് പോകും. മനസ്സിലായോ? ഇതിനൊന്നും വേറെ ലെറ്റേഴ്സ് ഇല്ല. ഇതേപോലെ F എന്നോ എന്നോ അത് ഫസ്റ്റ് ടേം ആയതുകൊണ്ട് മാത്രമാണ് അതിനൊരു പ്രയോറിറ്റി Aയും F ഒക്കെ പറഞ്ഞു കൊടുത്തേക്കുന്നത്. അതോടൊപ്പം T1 ഉണ്ട്, പിന്നെ T2, T3 എന്ന് പറഞ്ഞാൽ ഓരോരോ ടേമുകൾക്ക് ഓരോ പേരുകൾ. പക്ഷേ നമ്മളിവിടെ ആദ്യത്തെ ടേമിന് F എന്ന് പറഞ്ഞാൽ അഡീഷണൽ ആയിട്ട് 2 പേരുകളും ഉണ്ട്. അതുകൊണ്ട് നമുക്ക് X1 പറയാം, X1, പിന്നെ എന്തുവാ X2, അതുപോലെ തന്നെ എന്തുവാ X3 എന്നൊക്കെ പറഞ്ഞ് നമുക്കിങ്ങനെ എഴുതിക്കാം. സാധാരണ ടെക്സ്റ്റിനകത്ത് F ആദ്യം കിടക്കുന്ന ടേമിന് നമ്മൾ ഒരു 3-4 പേരുകളുണ്ട്. ഏതൊക്കെയാണ്? F, A, T1, X1 എന്നൊക്കെ പറയുന്നത് എല്ലാം എന്താണ്? ഫസ്റ്റ് ടേമാണ്. പക്ഷേ സെക്കൻഡ് ടേമിന് എന്തുവാ? T2 അല്ലെങ്കിൽ എന്തുവാ X2, അല്ലെങ്കിൽ ഏത് വേണമെങ്കിലും ഉപയോഗിക്കാം. Xലോ Tലോ നമുക്ക് പറയാം. അഡീഷണൽ ആയിട്ട് ഫസ്റ്റ് ടേമിന് 2 പേരുകളുണ്ട്, എന്താ? Fഉം Aയും ഉണ്ട്. ഓക്കെ ആണല്ലോ.